അവളിങ്ങനെ കണ്ടെടുത്ത് കയറി ഇറങ്ങിയും കുടിച്ച് അവക്ക് ശീലമുണ്ട്. അതുപോലാണോ ഞാൻ? തറവാട്ടി പറഞ്ഞ് എനിക്ക് കുടിക്കാൻ പറ്റിയ ചായയാണോ ഇത്? ആണോ? இப்படி கை நீட்டு பேசுறது எனக்கு பிடிக்கவே பிடிக்காது. விரல் ஒடிக்கிறது. உங்க பிள்ளைக்கு சாமி மேல சத்தியம் பண்ணி கொடுத்துருக்கேன், உங்களை திட்ட மாட்டேன்னு. അവൾ എന്ത് പാടി പറഞ്ഞേ? അയ്യോ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അയ്യോ ഞാൻ കൂടി പറഞ്ഞിട്ട് അത് വൃത്തികേടാക്കണോ? വേണ്ടേ, ഒരമ്മായി അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാവുന്ന കാര്യമാണോ അവള് പറഞ്ഞേ? അതേടി, നീ ആടി തിട്ടമാട്ടെ. നിന്റെ വീട്ടിലുള്ളവരാ തിട്ടമാട്ടെ. നിന്റെ കുടുംബക്കാര് മുഴുവനും തിട്ടമാട്ടയാടി. ஐயோ அப்படியொன்னும் பேசக்கூடாது. என் வீட்டார இப்படி திட்டவே கூடாது. என் கண்ட்ரோல் போனா நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன். ഇവളെന്താ പാടി 4 മാസത്തെ കണക്കൊക്കെ പറയുന്നേ? എന്റെ ചേച്ചിയുടെ വേറെ ചാടിയല്ലേ ഇരിക്കുന്നത്, വായത്തിലുണ്ടെന്നാ അവള് പറയുന്നേ. ഇവളെന്നെ നാണം കെടുത്തി അടങ്ങൂ. എടീ, ഞാൻ പേര് നിർത്തുമ്പോ നീ ജനിച്ചിട്ടില്ല. കേട്ടോടി അഹങ്കാരി തിട്ടമാട്ടെ. என்னத்த இவ்வளவு லூஸ் மாதிரி பேசிட்டு இருக்கீங்க? அறிவு கெட்ட முண்டோ. അവൾ എന്ത് പാടി ഇപ്പൊ എന്നെ വിളിച്ചേ? അത് ചേച്ചിനെ പറ്റി നല്ലതാ പറഞ്ഞെന്നാ തോന്നുന്നുണ്ട്. അറിവെന്ന് പറഞ്ഞാല് ജ്ഞാനം, മുണ്ടെന്ന് പറഞ്ഞാല് മണ്ട. ചേച്ചിയുടെ തലക്ക് നിറച്ചും അറിവാണെന്ന്. അതേടി, ഞാൻ അറിവ് കെട്ട മുണ്ടവാടി. എന്റെ വീട്ടുകാരും അറിവ് കെട്ട മുണ്ടവാ, എന്റെ കുടുംബക്കാരും അറിവ് കെട്ട മുണ്ടവാ. അതിന് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. അതിന് ഈ പഞ്ചായത്തിലുള്ളവർക്ക് മുഴുവനും അറിയാം ഞങ്ങൾ അറിവ് കെട്ട മുണ്ട കുടുംബക്കാരാണെന്ന്. அடடா என் பைத்தியக்காரி மாமி, எனக்கு எவ்வளவு கோபம் வந்தாலும் உங்க மூஞ்சிய பார்த்தா மறைஞ்சே போகுது. എന്തോന്ന്? உங்க மூஞ்சிய பார்த்து. ഇത്രയും നാളെന്നെ ഇവള് ചീത്ത വിളിക്കത്തില്ല. എന്റെ ചീപ്പ് ഇവളെന്നെ ചീത്ത വിളിച്ചു തുടങ്ങി. ചേച്ചി, അയ്യോ അത് ചീത്തയല്ലേ. മൂഞ്ചി എന്ന് പറഞ്ഞാൽ മുഖം. അവളെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ஏன் அத்தை, என் ராசாத்தி. പാടി പോ. എടീ, ഇവളെന്നെ ആവശ്യത്തിലേറെ പറയും, എന്നിട്ട് അവസാനം ഉണ്ടല്ലോ കൈ കണ്ട് ഇങ്ങനെ ഒരു വെപ്പുണ്ട്. അതെന്തിനാടി? ഓ, അത് അവരുടെ സ്നേഹപ്രകടനമാ ചേച്ചി. സ്നേഹപ്രകടനമായിരുന്നോ? ഞാൻ കരുതി ഇവൾ എന്റെ മേക്കപ്പ് മൊത്തം തുടച്ചു മാറ്റിയിട്ട് എന്റെ തനി രൂപം നാട്ടുകാരെ കാണിക്കാൻ പോവാണെന്ന്. அத்தை, என் ராசாத்தி, மீன் குழம்பு வைக்க போட்டுமா? ആമാ ആമാ. എടീ, നീ ഇനി വന്നേ. എന്തു? നീ അവളുടെ പോക്ക് ശ്രദ്ധിച്ചോ? ചിരിച്ചോണ്ട് അവൾ എന്റെ കഴുത്ത് അറക്കുവാണോന്ന് എനിക്കൊരു സംശയം. ചേച്ചി, എനിക്കും തോന്നി അവള് സൈലന്റ് കില്ലറാണെന്ന്.